നമ്മുടെ കേരളം പരശുരാമൻ മഴുവെറിഞ്ഞ് സൃഷ്ടിച്ചു എന്നാണ് നമ്മളോട് ഇതേ ആചാര്യന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പരശുരാമനാൽ മഴുവെറിയപ്പെട്ട് കേരളം സൃഷ്ടിച്ചപ്പോൾ പരശുരാമൻ മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമാണ്, 2ാമത്തെ മനുഷ്യാവതാരമാണ്. അതായത് ആദ്യത്തെ അവതാരം മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം. അതിനുശേഷമാണ് വാമനന് ശേഷം വാമനൻ വടുവായിട്ട് വന്നു. പരശുരാമൻ പൂർണ്ണാവതാരത്തിൽ വരുന്നു. സാധാരണ ഒരു കുഞ്ഞ് ജനിച്ച് വളരുന്ന പോലെ തന്നെ ജമദഗ്നി മഹർഷിയുടെ മകനായി രേണുകയുടെയും പുത്രനായി ജനിച്ച് വളർന്നു വന്ന പരശുരാമൻ ക്ഷത്രിയ നിഗ്രഹത്തിന് വേണ്ടി, ദുഷ്ടരാജാക്കന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടി മഹാവിഷ്ണുവിന് മക്കളൊന്നുമില്ല. അയ്യപ്പൻ ശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും, അത് മോഹിനി വേഷത്തിൽ വന്ന മഹാവിഷ്ണുവിൻ്റെ മകനായിട്ടാണ് സൃഷ്ടി നടത്തുന്നത് എന്ന് പറയുമ്പോൾ മഹാദേവൻ്റെ ഭാര്യയും മക്കളുമാണ് ഇവിടെ ലോകം സംരക്ഷിക്കാൻ വേണ്ടി കുടുംബസമേതമായിരിക്കുന്നത്. അതിന് ബദലായിട്ടാണ് മഹാവിഷ്ണു മക്കളില്ലാത്തതുകൊണ്ട് ഭഗവാൻ തന്നെ 10 അവതാരം എടുത്തു വന്നു. ഇപ്പോൾ മഹാവിഷ്ണുവിന് 10 അവതാരം എടുത്തു എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയ അവതാരം വന്നിട്ടുണ്ട്, 11ാമത്തെ അവതാരം നമ്മുടെ ശ്രീബുദ്ധൻ 11ാമത്തെ അവതാരം, 12ാമത്തെ അവതാരം നാരായണ ഗുരു എന്നൊക്കെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ചില രാഷ്ട്രീയക്കാരൊന്ന് പറയുന്നുണ്ട്. അപ്പോൾ പണ്ട് എഴുതി വെച്ച കഥകളെല്ലാം കളയേണ്ടി വരും. കാരണം എന്താ, മഹാവിഷ്ണു 10 അവതാരം എടുത്തു എന്ന് പാടിപ്പടിച്ച കഥ കേട്ട നമ്മളെല്ലാം കാലം മുന്നോട്ട് പോകുന്നതോറും മഹാവിഷ്ണു 100 അവതാരം എടുക്കുന്ന പോലെയാവും. അതിൻ്റെ കാരണം ഇന്നുള്ള ആൾദൈവങ്ങളെല്ലാം ചത്ത് മണ്ണടിയുമ്പോൾ ഇവരും മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. അതേപോലെ തന്നെ മുത്തപ്പന്മാർ, ഒരു ചുമട് മുത്തപ്പന്മാരുണ്ട്. അപ്പോൾ പല ക്ഷേത്രങ്ങളിലും മുത്തപ്പൻ സങ്കല്പം ഉള്ളത് പണ്ട് കാലത്ത് മനുഷ്യർക്ക് ജാതിപരമായിട്ട് ശിവൻ, വിഷ്ണു, കൃഷ്ണൻ ഇങ്ങനെയുള്ള പേരൊന്നും ഇടാനായിട്ട് നായർ മുതൽ താഴേക്കുള്ളവർക്ക് സാധിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് മുത്തപ്പൻ, ശിവനും വിഷ്ണുവിനൊക്കെ മുത്തപ്പൻ എന്നുള്ള പേരിൽ വിളിച്ച് ആരാധിച്ചു. ഇതിൽ തന്നെ ചിലർക്ക് ഒരു കാരണവശാലും മുത്തപ്പ സങ്കല്പമല്ല കണക്കൂട്ടുന്നത്, മരിച്ചുപോയ, അതായത് പൂർവികരായിട്ട് കർമ്മം ചെയ്ത് മാന്ത്രികരായിട്ട് മരിച്ചുപോയ ആളുകളെയും സങ്കല്പിച്ച് മുത്തപ്പൻ എന്ന രീതിയിലൊക്കെ പല ക്ഷേത്രങ്ങളും ആചരിക്കുന്നുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, ആചാരത്തിൻ്റെ വഴിക്ക് പോട്ടെ. നമ്മൾ പറഞ്ഞു വന്ന വിഷയം, അപ്പോൾ ഇവിടെ പരശുരാമൻ 6ാമത്തെ അവതാരമായിട്ട് മഴുവെറിഞ്ഞു കേരളം ഉണ്ടാക്കി എന്നുള്ള കഥ നമ്മൾ വിശ്വസിക്കുമ്പോൾ, പരശുരാമൻ മഴുവെറിയുന്ന സമയത്ത് മഹാദേവൻ്റെ ഭാര്യ പാർവതി ആയിരുന്നു. ഹിമവൽ പുത്രിയായിട്ട് ഗൗരിയായിട്ട് അവതരിച്ച് അങ്ങനെ മഹാദേവനെ തപസ് ചെയ്ത് വിവാഹം കഴിച്ച് ദേവി പാർവതിയായിരുന്നു. ദക്ഷയാഗം നടക്കുന്ന സമയത്ത് മഹാദേവൻ്റെ ഭാര്യ ശക്തി മാതാവായിരുന്നു, സതിയായിരുന്നു. അപ്പോൾ ദക്ഷയാഗം നടക്കുന്നത് എന്തുകൊണ്ടായിരുന്നു? ദക്ഷപ്രജാപതി മഹാദേവൻ മരുമകനായിട്ട് വന്നത് ഇഷ്ടപ്പെടാഞ്ഞിട്ട്, മഹാദേവൻ മരുമനായ ജടാധാരിയാണ്, പിന്നെ പുലിത്തോലും ധരിച്ച് വൃത്തിയില്ലാതെ നടക്കുന്നവൻ എന്നുള്ള രീതിയിൽ മഹാദേവൻ ആഭരണം ധരിക്കണില്ല. അതുകൊണ്ട് മഹാദേവനെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തൻ്റെ മകൾ കല്യാണം കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദക്ഷപ്രജാപതി യാഗം നടത്തുന്നത്. എല്ലാ ദേവന്മാരെയും വിളിച്ചു ചേർക്കും, പക്ഷേ സ്വന്തം മരുമകനെ മാത്രം വിളിക്കില്ല. അങ്ങനെ അതിൽ വിഷമിച്ച സതി മാതാവ് തൻ്റെ പിതാവിൻ്റെ അടുത്ത് നിന്ന് ചോദ്യം ചെയ്യും, എൻ്റെ ഭർത്താവിനെ മാത്രം വിളിക്കാൻ ഞാൻ എന്താ അച്ഛാന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ കൂടുതൽ മകളെ കളിയാക്കും, വിഷമിപ്പിക്കും. അങ്ങനെ അച്ഛൻ്റെ അപമാനം ഏറ്റു കഴിയുമ്പോൾ സതി മാതാവ്, ശക്തി മാതാവ് അച്ഛനൊരുക്കിയ ഹോമകുണ്ടത്തിൽ തന്നെ ചാടി ആത്മാഹൂതി ചെയ്യും. അങ്ങനെ ആത്മാഹൂതി ചെയ്ത് കഴിയുമ്പോൾ മഹാദേവൻ ക്രൂദ്ധനാകും, വളരെ നിരാശനാകും, കലി പൂണ്ട് വലിയ രൗദ്രഭാവത്തിൽ വന്ന് അലറിയും. ആ സമയത്ത് ദേവകൾ പേടിക്കും, മനുഷ്യർ പേടിക്കും. കാരണം എല്ലാം ശിവമാണ്, സർവം ശിവം. ഈ സമയത്ത് മഹാദേവൻ ഇത്ര കണ്ട് കോപാക്രാന്തനായി നടനമാടിയാൽ ലോകം നശിച്ചു പോകും. അതുകൊണ്ട് മഹാവിഷ്ണു എന്ത് ചെയ്യും? സതിമാതാവിൻ്റെ ജഡം പുറത്തെടുത്ത് 51 കഷണങ്ങളായി നുറുക്കി അതിനുശേഷം മഹാവിഷ്ണു ഭഗവാൻ ഈ ശരീരഭാഗങ്ങളെല്ലാം ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഭഗവാന്റെ മുമ്പിൽ കിടന്നാലല്ലേ ഇത്രയും ദേഷ്യമൊക്കെ ഉണ്ടാവുള്ളൂ എന്ന്. അങ്ങനെ ഭഗവാൻ വലിച്ചെറിഞ്ഞ സതീമാതാവിൻ്റെ ശരീരഭാഗങ്ങൾ ചെന്ന് വീണ സ്ഥലങ്ങളെല്ലാം ശക്തിപീഠങ്ങളായി മാറി. അപ്പോൾ കേരളത്തിലോ അതേപോലെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക,
ഹൈദരാബാദ് ഇവിടെ ഒന്നും ശക്തിപീഠങ്ങളില്ല. ശക്തിപീഠങ്ങളെല്ലാം നോർത്ത് ഇന്ത്യയിലാണ്. അതുകൂടാതെ ബംഗ്ലാദേശിലുണ്ട്, പാകിസ്ഥാൻ്റെ ചില ഭാഗങ്ങളുണ്ട്, അഫ്ഗാനിസ്ഥാനിലുണ്ട്, അപ്പം നിങ്ങൾ ഭൂട്ടാനിലുണ്ട് ശക്തിപീഠങ്ങൾ. അപ്പോൾ കഥയിൽ പറയുന്ന മഹാദേവൻ്റെ ഭാര്യയായിരുന്ന ശക്തിമാതാവിൻ്റെ ശരീരഭാഗങ്ങൾ വലിച്ചെറിഞ്ഞ് വീണതെല്ലാം നോർത്ത് ഇന്ത്യയിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ദക്ഷയാഗം നടന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. അതായത് എല്ലാം കഥകളാണ്, പക്ഷേ ഈ കഥ പോലും നടന്നത് കേരളത്തിലല്ല, ഇത് നോർത്ത് ഇന്ത്യയിലാണ്. അപ്പോൾ നമ്മളോട് പറയുന്നു ദക്ഷയാഗം നടന്നത് നിങ്ങളുടെ കണ്ണൂരാണ്, കൊട്ടിയൂരാണ്. കൊട്ടിയൂരിൽ നിന്ന് പേര് വരാൻ കാരണം എന്താ? കണ്ണൂർ കൊട്ടിയൂർ. കൊട്ടി എന്ന് പറഞ്ഞാൽ ആരെ വിളിക്കുന്നത്? തീയന്മാരെ, ഈഴവരെ, ചോമാരെ വിളിക്കുന്ന പേരാണ് കൊട്ടികൾ. അങ്ങനെ കൊട്ടികളുടെ ഊരാണ് കൊട്ടിയൂർ. അപ്പം ഇതൊന്നും ഒരെണ്ണത്തിന് അറിഞ്ഞുകൂടാ, എന്തൊക്കെയോ കേൾക്കുന്നു. പണ്ട് നമ്മൾ തമിഴ് സംസ്കാരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആളുകളാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പം ഞങ്ങൾ അങ്കമാലി കിടങ്ങൂർ, അടുത്ത ഗ്രാമം മൂക്കന്നൂർ, പിന്നെ ഞങ്ങളുടെ പഞ്ചായത്ത് തുറവൂര്. അപ്പോൾ ഊരുകളാണ്. അപ്പോൾ തമിഴിലാണ്. തമിഴ്നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും, എന്താ ഊര് തമ്പി, നിൻ്റെ ഊര്, നിൻ്റെ നാടെവിടെയെന്നാണ് ചോദിച്ചേ. അപ്പം നമ്മൾ പണ്ട് തമിഴ് സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടന്നതുകൊണ്ട് എല്ലാത്തിൻ്റെയും കൂടെ ഊരുണ്ടാവും, ചെങ്ങന്നൂര്. അപ്പോൾ ഊര്, ആ ഊര് തന്നെ എന്തുകൊണ്ടാണ്? തമിഴ് സംസ്കൃതിയിൽ നിന്ന് വന്നതാണ് മലയാളം. അപ്പോൾ എല്ലാ കഥകളാണെന്ന് ആദ്യം നിങ്ങൾ തിരിച്ചറിയുക.